അങ്ങനെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഒരു കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് പോയി അപ്പൂസിനൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില കാര്യത്തിൽ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഫ്ലോപ്പ് ആണല്ലോ. എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റൊക്കെ മേടിച്ച് തിരിച്ച് റൂമിൽ വന്ന് റെഡി ആയപ്പോഴേക്കും ടൈം പോയി, പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അത് തന്നെ പൂർണ്ണമായ സമ്മതത്തോടും കൂടി വിൽണയെ നിർഭാര്യയായി നീ സ്വീകരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോസ് ആശ്ലയുടെ മേടിച്ചാണ് കേട്ടോ. ദേ ഇവിടെ മുതലാണ് ഞങ്ങൾ കാണുന്നത്. ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ആക്ച്വലി പോയത്. നമ്മൾ ആ സ്റ്റേയും ഓഡിറ്റോറിയത്തിന്റെ അവിടെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയി കുറച്ച് ഇങ്ങനെ എന്താ അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവരുടെ ചടങ്ങുകളൊക്കെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേരൻസ്, അതായത് മമ്മിമാര് ബൊക്ക കൊടുക്കും, പിന്നെ ആ ചെറുക്കനും പെണ്ണും അത് വെച്ച് മാറും, അങ്ങനെയൊക്കെയായിരുന്നു. സോ എല്ലാം അടിപൊളിയായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ കോസ്റ്റ്യൂംസ്. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല. വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഉച്ചയ്ക്ക് ലീവ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൂസിൻ്റെയും ചിക്കൂസിൻ്റെയും നല്ല അടിപൊളി ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ അവരുമായിട്ട് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു വിഷമമാണ്. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, നമ്മൾ ചില ആൾക്കാരോട് എത്ര ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവില്ല. അവര് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടോ ആയിരിക്കില്ല. അവരുടെ ആ ഒരു ഇടപെടലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സമീപനം, അവരുടെ ആ ഒരു ചിലപ്പോൾ നമ്മുടെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് അവരുടെ ആ ഒരു ജസ്റ്റ് ഹായ് എടാ സുഖമാണോ എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും ചിലപ്പം നമ്മളെ അവരിലേക്ക് കുറച്ചുകൂടെ കൂടുതൽ ആഴമായിട്ട് അടുപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടോ? എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കയ്യിൽ എണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ആൾക്കാർ. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര പറഞ്ഞു. നമ്മൾ തിരിച്ചു പോകുന്ന വഴി നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു. പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ച് തൃശ്ശൂരിൽ നിന്ന് വിടുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. തള്ളലാണെങ്കിലും അതൊക്കെ തന്നെ ഫീൽ ഉണ്ടായിരുന്നു സത്യം. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. See you until next time. Bye. It's me, Betsy Sarah. Thank you for watching.